ഹലോ ദേവികയുടെ പുതിയൊരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ദേവു ഒരു സൂപ്പർ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഫാമിലി സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിലേക്ക് കടന്നു കയറി വരുന്ന അയൽവക്കക്കാരൻ. കഥാനായികയ്ക്ക് 30, ഈ ഇടയ്ക്ക് കയറി വരുന്ന ചെക്കന് 18 വയസ്സായല്ലോ. എങ്ങനെയുണ്ട്, രസല്ലേ? അപ്പൊ നേരെ കഥയിലേക്ക് പോവാം. അതിനു മുന്നേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. ആദിത്യനും കീർത്തിയും വളരെ സന്തുഷ്ടമായ ദാമ്പത്യം നയിക്കുന്ന വ്യക്തികളാണ്. 2 മക്കൾ, അതുൽ കൃഷ്ണ, ശരത് കൃഷ്ണ. ആദിത്യന് പ്രായം 32, കീർത്തിക്ക് 30 വയസ്സുമാണ്. മൂത്ത മോൻ 5, രണ്ടാമത്തവന് 2 വയസ്സ്. 2 പേരും ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. കീർത്തിക്ക് ഒരിക്കൽ ട്രാൻസ്ഫർ വന്നു കോഴിക്കോട് ജില്ലയിൽ. അങ്ങനെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫറൊക്കെ തപ്പിപ്പിടിച്ച് താമസിക്കാനും സ്ഥലമൊക്കെ അന്വേഷിച്ച് മക്കളെയും കൊണ്ട് അവർ അങ്ങോട്ടേക്ക് എത്തി. തൊട്ടടുത്തായി താമസിച്ചിരുന്നേ അല്പം പ്രായം ചെന്ന ദമ്പതികളായിരുന്നു. അവർക്ക് 2 മക്കളും. മക്കൾ റോഷനും ആരതിയും. റോഷന് 18 വയസ്സും ആരതി 8ാം ക്ലാസ്സിലും. അവരുടെ അച്ഛൻ സുരേന്ദ്രൻ, അമ്മ ജാനകി. അതിനിടയ്ക്ക് നല്ല രീതിയിൽ അവരുമായി പെട്ടെന്ന് കൂട്ടായി കേട്ടോ. കൂട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരേ കുടുംബം പോലെ നല്ല സ്നേഹമുള്ളവരായിരുന്നു. കീർത്തിയുടെ ഇളയ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ടാ അവള് ജോലിക്കൊക്കെ പോകുന്നു. മൂത്ത കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കീർത്തി വരുന്നത് വരെ അവരുടെ വീട്ടിലായിരുന്നു. പിന്നെ പലവ്യഞ്ജനങ്ങളും ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിക്കൊടുത്തിരുന്നാല് റോഷനാണ് ലിസ്റ്റ് കൊടുത്താലെല്ലാം വാങ്ങി വീട്ടിലെത്തിക്കുന്നത്. കീർത്തിയായിട്ട് അധികം വൈകാതെ തന്നെ അവൻ നല്ല കമ്പനിയായി. കീർത്തിക്കും ശരിക്കും തനിക്ക് പിറക്കാതെ പോയൊരു അനിയനെ പോലെ തോന്നി. കീർത്തിക്ക് ശരിക്കും ഒരു അനിയത്തിയാ ഉള്ളേ, ആദ്യത്തിനൊരു ചേച്ചിയും. അതുകൊണ്ട് കുടുംബത്തിൽ തന്നെ ആങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കീർത്തിക്ക് റോഷനെ കിട്ടിയ സത്യത്തിൽ നല്ല ഉപകാരവും സന്തോഷമായി. ശരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യൻ ഇവരെ കാണാൻ വരും. എല്ലാ ഞായറാഴ്ചയും മാത്രമേ ആദ്യത്തിന് ലീവ് എടുത്ത് അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അയാളുമായിട്ടും റോഷൻ പെട്ടെന്ന് തന്നെ കമ്പനി സ്ഥാപിച്ചെടുത്തു. കീർത്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ 30ാം വയസ്സിലും നല്ല സുന്ദരി. കണ്ടു കഴിഞ്ഞാല് 2 പ്രസവിച്ചതാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. നല്ല ആകാരവടിവുള്ള ഒരു സുന്ദരി പെണ്ണ്. എപ്പോഴും ആ നീളമുള്ള തലമുടി മെടഞ്ഞിട്ടിട്ടുണ്ടാവും. ചെറിയ ആഭരണങ്ങളൊക്കെ ഉണ്ട്. 2 കൈയിലും വളകളും പാദസരവും പിന്നെ പൊട്ടും കൺമഷി എഴുതിയ കണ്ണുകളും ഒക്കെയായി നീളത്തിലുള്ളൊരു ജിമ്മുക്കൊക്കെ ഇട്ട് ഒരു നാടൻ സുന്ദരി തന്നെയാണ് കീർത്തി. ആദിത്യനും അങ്ങനെ തന്നെ. കീർത്തിക്ക് എന്തുകൊണ്ട് യോജിച്ചൊരു ഭർത്താവ്. റോഷൻ ശരിക്കും പറഞ്ഞാൽ ആ പ്രായമാണെങ്കിലും നല്ല ഉഷാറായിരുന്നു കേട്ടോ കാണാൻ. ഉഷാറെന്ന് വെച്ചാൽ ജിമ്മിലൊക്കെ പോയി സെറ്റായ ബോഡി. ആ ബോഡിക്കൊപ്പം അവൻ്റെ ആറ്റിറ്റ്യൂഡും. ഒന്നിനും കൂസലില്ലാത്ത, ഒന്നിനും പേടിയില്ലാത്തൊരു ചെക്കൻ. അവൻ്റെ ആ നേച്ചറായിരുന്നു അവൾക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇങ്ങനെ 1 വർഷം കടന്നുപോയി അവർ പരിചയപ്പെട്ടിട്ട്. ഇതിനിടയിൽ റോഷന്റെ മനസ്സിൽ കീർത്തിയോട് ശക്തമായ അനുരാഗം മുട്ടിട്ടു. ആ വികാരം അവനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി ആകെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവളോട് അവന് വേറൊരു രീതിയിലുമുള്ള ഇഷ്ടം മാത്രമല്ല, കീർത്തിയെ തന്റെ ഭാര്യയാക്കണമെന്ന് തോന്നി. കീർത്തി ആദിത്യന് ചായ കൊടുക്കുന്നതും വിധേയപ്പെട്ട് നിൽക്കുന്നതുമൊക്കെ കണ്ടപ്പോ അതുപോലെ തന്നെ അവൾ എന്നെയും നോക്കണം എന്ന് തോന്നിപ്പോയി. ഒടുവിൽ അവൻ തന്റെ ഇഷ്ടം അവളെ അറിയിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവൻ സാധനങ്ങൾ വാങ്ങി കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ചോദിച്ചു, ചേച്ചി എന്നെ കല്യാണം കഴിക്കുമോ? അവളാകെ അതിശയിച്ചു പോയി. അവൻ തമാശ പറയുകയാണെന്നാണ് ധരിച്ചേ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നോട്ടവും മട്ടുമൊക്കെ വേറെ രീതിയിലായപ്പോഴേക്കും അവൾക്കെന്തോ പന്തികേട് തോന്നി. കീർത്തിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി തുടങ്ങി. അവൾ അവനിൽ നിന്ന് അകന്നു മാറാനും പിന്നെ അവനെ കണ്ടാൽ സംസാരിക്കാതിരിക്കാനൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അധികം സമയമെടുത്തില്ല, അവന്റെ സ്വഭാവവും വല്ലാതെ മാറി തുടങ്ങി. നിന്റെ ആഗ്രഹം നടക്കില്ല എന്ന് ഒരിക്കൽ അവൾ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അതിന് മറുപടിയായി അവൻ പറഞ്ഞത് ചേച്ചിയുടെ പേരെഴുതി വെച്ച് ഞാൻ എന്തേലും കടുങ്കൈ ചെയ്യുമെന്നായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് സത്യത്തിൽ നമ്മുടെ കീർത്തി നടുങ്ങിപ്പോയി.
അന്ന് രാത്രി തന്നെ ആദിത്യനെ വിളിച്ച് അവൾ കാര്യങ്ങൾ അറിയിച്ചു. എന്തായാലും കീർത്തിയുടെയും ആദിത്യന്റെയും ആ ദിവസത്തെ ഉറക്കം പോയി. പിറ്റേന്ന് രണ്ടുപേരും ബാങ്കിൽ പോകാതെ ഇതിനെപ്പറ്റി ഫോണിലൂടെ ലീവൊക്കെ എടുത്ത് വിശദമായി തന്നെ ചർച്ച ചെയ്തു. ശരിക്കും റോഷന്റെ അച്ഛനായ സുരേന്ദ്രനോടും ജാനകിയോടും ഇതിനെപ്പറ്റി പറഞ്ഞാലോ എന്നൊരഭിപ്രായം ആദിത്യൻ ഉയർത്തി. വേണ്ട, ജാനകി ചേച്ചി ഇതറിഞ്ഞാൽ ചിലപ്പോ എന്നെ ആവും ഏട്ടാ കുറ്റപ്പെടുത്തുന്നേ. കീർത്തിക്ക് പേടിയുണ്ടായിരുന്നു. പല സ്ത്രീകളെ കുറിച്ചും അവർ പരദൂഷണം പറയുന്നത് അവൾ നേരിട്ട് കേട്ടിട്ടുള്ളതാ. തീർച്ചയായും പേടിയുണ്ടാവും. എന്തായാലും ഇനി അവരുടെ വീടുമായി അധികം അടുപ്പമൊന്നും വേണ്ട. നിനക്ക് വേറെ വീട് നോക്കാൻ കീർത്തി. അതുവരെ വീട്ടിൽ ഇവിടുത്തെ നിൽക്ക് എന്നൊക്കെ ആദിത്യന് ഉപദേശിച്ചു. കടയിൽ നിന്നും വല്ല സാധനവും വാങ്ങാനുണ്ടെങ്കിൽ റോഷന്റെ ചോദ്യത്തിൽ എന്നും വേണ്ട എന്ന് പറയണം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും തീരുമാനമൊക്കെ എടുത്തു. പിന്നെ അതിനിടയിൽ ഹോളിഡേയ്സ് വന്നപ്പോഴേക്കും കീർത്തി കുഞ്ഞുങ്ങളുമായി അവളുടെ വീട്ടിലേക്ക് പോയി. റോഷൻ പക്ഷേ അവനിലാവും വിധം കീർത്തിയെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന വണ്ണം ആദിത്യൻ കീർത്തിയോടൊരു കാര്യം അവതരിപ്പിച്ചു. അതായത് റോഷന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. തുറന്നു ചോദിക്കുക, അവന് വേണ്ടത് ഈ ശരീരമാണോ എന്ന്. തുറന്നു ചോദിക്കാൻ കീർത്തിക്ക് ആകെ മടി. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആദിത്യൻ. അതിനവൾക്ക് സമ്മതമാണെന്നുള്ള രീതിയിൽ ഒന്ന് പെരുമാറി നോക്ക്. അത് കഴിയുമ്പോഴേക്കും അവന്റെ ഉള്ളിലിരിപ്പ് അറിയാലോ. ഹേയ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. കേട്ടപടി കീർത്തി ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും റോഷൻ വീണ്ടും വീണ്ടും ഇവളെ കാണുമ്പോൾ തന്നോടൊപ്പം ഇറങ്ങി വരണമെന്നും എന്റെ വീട്ടിൽ ഭാര്യയായി ജീവിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം സഹികെട്ട് കീർത്തി ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ പറയുന്ന പോലെ ഞാൻ നിന്റെ ഒപ്പം ഇറങ്ങി വന്നാൽ നിന്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും? ഓ അതായിരുന്നോ? അതിനൊക്കെ ഞാൻ ഐഡിയ കണ്ടിട്ടുണ്ട് ചേച്ചി. നമ്മൾ ഈ നാട്ടിൽ നിന്നും മാറി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോവും. അവിടെ നമ്മൾ സുഖമായിട്ട് ജീവിക്കും. അമ്പടാ, അപ്പൊ ഇതാണല്ലോ ഇവന്റെ മനസ്സിൽ. കീർത്തി ഓർത്തു. അതല്ല റോഷ, ഇങ്ങനെ പോയാൽ നമ്മുടെ ചെലവുകളൊക്കെ എങ്ങനെ നടക്കും? അതിന് ചേച്ചിക്ക് ജോലിയില്ലേ? നീ എന്ത് പൊട്ടത്തരാ പറയുന്നേ? ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ ബാങ്കിൽ ആരും അറിയില്ലെന്നാണോ? ഈ രാജ്യത്ത് ഏത് ബ്രാഞ്ചിൽ പോയാലും അവിടെയൊക്കെ അറിയും. എന്നിട്ടാ നാണക്കേട് സഹിച്ച് ഞാൻ ജോലി ചെയ്യണല്ലേ? അത് മാത്രല്ല, ജോലി ചെയ്ത് നിന്നെ ഞാൻ പോറ്റണോ? നേരെ തിരിച്ചല്ലേ വേണ്ടത്. കീർത്തി ഇതൊക്കെ അവനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവനത് കാര്യമായിട്ട് എടുത്തു കേട്ടോ. അവൾക്ക് ഇവന് ഇഷ്ടമാണെന്നും ഒളിച്ചോടാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് റോഷൻ വിചാരിച്ചേ. അവന്റെ ഒരു ഐഡിയ കേട്ടപ്പോഴേക്കും അവൾ തുറന്നു ചോദിച്ചു, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കെന്റെ ഈ ശരീരമാണോ വേണ്ടേ? ഈ ഐഡിയകളൊക്കെ അതിനുവേണ്ടിയാണോ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നേ? അവന്റെ മറുപടി കീർത്തിയെ ഞെട്ടിച്ചു കളഞ്ഞു. എനിക്ക് ചേച്ചി എന്റെ ഭാര്യയായി കാണാനാണ് താല്പര്യം. എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യ. കാലത്തെഴുന്നേൽക്കുമ്പോ കാപ്പി കൊണ്ട് കൊടുക്കുന്ന, എന്നെ എന്റെ അമ്മയെ പോലെ നോക്കുന്നൊരു ഭാര്യ. അത് മാത്രല്ല, നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളും വേണം. ഇതൊക്കെ കേട്ടപ്പോ കീർത്തിക്ക് അവനോട് മനസ്സിൽ അറിയാതെ ഒരു ഇഷ്ടം തോന്നി. ഒരുപക്ഷെ അവളിലെ മാതൃഭാവം ആവാം. അവന് തന്റെ അമ്മയെ പോലെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പോലെ തോന്നി തുടങ്ങി. അവൻ മനസ്സിൽ തന്നെ പറ്റി ഈ ശരീരം മാത്രമല്ല ചിന്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവന്റെ ഈ മുടന്ന ന്യായവും പറച്ചിലും കേട്ടപ്പോ അവൾക്ക് ദേഷ്യാണ് വന്നേ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ഇത് പറഞ്ഞ് അന്നും ഒഴിവാക്കി വിട്ടെങ്കിലും ഈ കാര്യം അവൾ ആദിത്യനെ വിളിച്ച് അപ്പൊ തന്നെ ചർച്ച ചെയ്തു. അടുത്ത പ്രാവശ്യം റോഷൻ വരുമ്പോൾ ആദിത്യൻ പറഞ്ഞതനുസരിച്ച് അവൾ വീണ്ടും ഈ ചോദ്യം ചോദിച്ചു, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ എന്റെ മക്കൾക്ക് അമ്മയില്ലാതാകില്ലേ? അത്തരമൊരു മഹാഭാവം ഞാൻ ചെയ്യണമെന്നാണോ നീ പറയുന്നേ? അതെന്തിനാ ചേച്ചി കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്നത്? മക്കളെ നമ്മുടെ കൂടെ കൂട്ടാലോ. അവരെ ഞാൻ എന്റെ മക്കളെ പോലെ പൊന്നുപോലെ നോക്കും. കീർത്തിക്ക് സത്യത്തിൽ ചിരി വന്നു. ഇവൻ എന്തൊക്കെയായി പറയുന്നേ? എടാ, അപ്പോ ആദിത്യൻ ചേട്ടനെയോ? ഇതെങ്ങനെ സഹിക്കും? ഞാനില്ലാതെ അയാൾ ആദിത്യൻ ചേട്ടൻ എന്തെങ്കിലും കടുങ്ക ചെയ്യും. ഇപ്പോൾ നീ പറയുന്നത് പോലെ തന്നെ. അപ്പോഴേക്കും
അന്നും ഉത്തരം കിട്ടാതെ റോഷൻ ഇറങ്ങിപ്പോയി. ഈ വിവരം ആദിത്യനോട് പറഞ്ഞപ്പോ അയാളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഇതിനും രസകരമായൊരു പരിഹാരമുണ്ട്. നീ ഉപേക്ഷിച്ചു പോയാൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും, അവനെ കെട്ടിയില്ലെങ്കിൽ അവനും. ഞങ്ങൾ രണ്ടുപേരും ജീവിതം അവസാനിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു പരിഹാരം, നീ ഞങ്ങൾ രണ്ടുപേരെയും ഭർത്താക്കന്മാരാക്കണം എന്നതാണ്. ഇതും പറഞ്ഞ് ആദിത്യൻ കുടുകൂടി ചിരിച്ചു. അയ്യേ, ഈ മനുഷ്യൻ ഇതെന്താ പറയുന്നേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതല്ല, ഞാനൊരു പരിഹാരം പറഞ്ഞതേ ഉള്ളൂ. നീ അതിനെ ഒരു തമാശയായി കണ്ടാ മതി കീർത്തി. ഇതല്ലേ ഏട്ടാ തമാശ? അല്ലടി, നോർത്തിലൊക്കെ അങ്ങനെയുണ്ട്. ഒരു സ്ത്രീ പല പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നേ. മലയാളത്തിലും 1-2 സിനിമകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ സിനിമയല്ലേ ഏട്ടാ? മാത്രല്ല ഇത് നോർത്തും അല്ല. ആൾക്കാരെന്ത് പറയും? അപ്പോഴേക്കും ആദിത്യൻ അതിൽ കയറിയങ്ങ് കൊളുത്തി. ആൾക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിനക്കിഷ്ടാണോ? എന്ത്, രണ്ടുപേരെ കല്യാണം കഴിക്കാൻ? ഛേ, എന്തോ പോലെ, എനിക്ക് തല ചുറ്റുന്നു. ഞാൻ ഈ ഫോണ് കട്ട് ചെയ്യാൻ പോവാ. അല്ലടി, നീ നിർത്ത്. സമാധാനമായി ഒന്ന് ആലോചിച്ചു നോക്ക്. നിനക്കിഷ്ടാണെങ്കിൽ അതിനൊരു വഴിയുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇതറിയാതെ നമുക്ക് നോക്കിയാ പോരെ. മതി, നിർത്തിക്കേട്ടാ. അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കീർത്തി ഫോൺ കട്ട് ചെയ്തു. കിടക്കയിൽ കിടന്നവൾ കുറെ കരഞ്ഞു. തന്റെ ജീവിതം ആരുടെയൊക്കെയോ കൈകളാൽ മാറ്റിമറിക്കപ്പെടുവാൻ പോവാണെന്ന് ഒരു ഭീതി അവളെ വലയം ചെയ്തു. എന്നാലും ആദിത്യേട്ടന് എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിഞ്ഞു? അവൾ സ്വയം ചോദിച്ചു. ഒരു മറുപടിക്ക് വേണ്ടി കുറെ നേരം അവളൊന്ന് ഉഴറി. ഇനി ആരോട് പറയും? ഒന്നെങ്കിൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ജോലി രാജിവെക്കും. അതൊക്കെയായിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും റോഷൻ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. ചേച്ചി എവിടെ മാറിപ്പോയാലും ഞാൻ പിറകെ വരും. എന്റെ മനസ്സിൽ ഇനി മറ്റൊരു സ്ത്രീയേ ഇല്ല. അവൾക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങി പിറ്റേന്നത്തേക്ക് നേരം വെളുപ്പിച്ചു. അല്ല, എവിടേക്ക് പോയാലും അവൻ പിറകെ വന്നാൽ തനിക്കിത് മാത്രമാണോ പരിഹാരം? എങ്കിലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണു മറിച്ചിട്ട് എങ്ങനെ? രാവിലെ തന്നെ അവളുടെ മനസ്സിൽ വീണ്ടും പ്രഷർ കയറി തുടങ്ങി. ആദിത്യനെ വിളിച്ച് അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടി ആദിത്യൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു റൂം എടുത്തു. കുട്ടികൾ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ആദിത്യൻ അവളെ തന്നോട് ചേർത്തിരുത്തി പറഞ്ഞു, എടി, ഒരു സ്നേഹബന്ധത്തിന്റെ ഉറപ്പ് പങ്കുവെക്കലാണ്. സ്വാർത്ഥത വന്നാൽ ആ ഉറപ്പ് പോകും. നിന്നെ ഞാൻ ഒരിക്കലും സ്വാർത്ഥത മൂലം പിടിച്ചു വയ്ക്കില്ല. അത് മാത്രല്ല, നിന്നെ പങ്കുവയ്ക്കാൻ എനിക്ക് എന്റേതായ യാതൊരു മടിയും കാണുന്നുമില്ല. അതിന് പക്ഷേ അവൻ കൂടി തയ്യാറാവണം. നമ്മൾ വിശാല മനസ്കത കാണിച്ചിട്ട് അവനത് റെഡിയല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. പിന്നെ അവന്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കുകയും വേണം. അവന് നിന്നെ പങ്കുവയ്ക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ ആ പേര് പറഞ്ഞ് നിനക്ക് ഒഴിവാക്കാലോ. അവൻ വേഷം കെട്ടെടുത്താൽ അവൻ അങ്ങോട്ട് കടുങ്കയോ എന്തോ മറ്റോ ചെയ്ത് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കണം. മറിച്ചായാൽ അങ്ങനെ ആവില്ലെന്ന എന്റെ വിശ്വാസം. നീ അവന്റെ അടുത്ത് ഇങ്ങനെ പറ, ഭർത്താവിനെയും കുട്ടികളെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ 2ാം ഭർത്താവായി ചേർക്കാം. എന്റെ ആദ്യ ഭർത്താവായുള്ള ഒരു ബന്ധവും നീ വിലക്കാൻ പാടില്ല. അതുപോലെ ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയുമായിരിക്കും. ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള എല്ലാ അവകാശവും എന്റെ ആദ്യ ഭർത്താവിനെ പോലെ തന്നെ നിനക്കുമുണ്ടായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം സമ്മതാണെങ്കിൽ മാത്രം നിന്നെ ഞാൻ ഭർത്താവായി സ്വീകരിക്കാം. എന്തൊക്കെയായിട്ടാ പറയുന്നേ? എനിക്ക് എന്തൊക്കെയോ പോലെ. അതെന്താ എന്റെ പെണ്ണിന് എന്തോ പോലെ തോന്നുന്നേ? ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഛേ, അതല്ല ഏട്ടാ. അവൾ വെറുതെ നിലത്തേക്ക് നോക്കിയിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്റെ പെണ്ണിന്റെ അവസ്ഥ എന്താന്ന്. ഇത് പറഞ്ഞ ആദിത്യൻ കീർത്തിയെ നന്നായി ഒന്ന് കെട്ടിപ്പുണർന്നു. പതിയെ ഒന്ന് തൊടാൻ ശ്രമം നടത്തി. അവൾ അനുവദിച്ചില്ല. പക്ഷേ ബലം പിടിച്ചുകൊണ്ട് തന്നെ അവൻ അങ്ങനെയൊന്ന് ചെയ്തു. അവളുടെ ആ താമരപ്പൂവ് അവനൊന്ന് പരിശോധിച്ചു. അവിടെയാണെങ്കിലോ ചെറിയ രീതിയിൽ ഒരു സ്വിമ്മിംഗ് പൂള് തുറന്നു വിട്ട പോലെ. അയാൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. നന്നായി കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. അത് ശരി, അപ്പൊ പെണ്ണിതൊക്കെ സുഖിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ആദിത്യം പറഞ്ഞതും ഒറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു കീർത്തി.
ആദിത്യൻ അവളെ അടുക്കി പിടിച്ചു. നന്നായിട്ട് അവളെ അന്നവൻ നോക്കി. ഈ വികാരങ്ങളൊക്കെ പ്രകൃതി ആ മനുഷ്യനുള്ളതാണ്. തെറ്റും ശരിയെന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നത് മനുഷ്യനാ. ഇത് നാച്ചുറലാണ് മോളെ. എന്നിട്ട് അയാൾ വീണ്ടും അവളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അതെ, ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗങ്ങൾ. അവളുടെ ആ പ്രത്യേക ഭാഗം ഒന്ന് സ്പർശിച്ചു പറഞ്ഞു. ഇതിൽ എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതിനേക്ക് എന്ത് വേണം, എങ്ങനെ വേണമെന്നൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല. താക്കോൽ അതിന്റെ പഴുതിലേക്ക് പോകുന്ന പോലെ തന്നെ ഇതിൽ ആർക്ക് വേണമെങ്കിലും പോകാം. കൃത്യമായ താക്കോലാണെങ്കിൽ വാതിൽ തുറന്നു കിട്ടും. ഇനി അല്ലെങ്കിലോ ആ താക്കോല് കൊണ്ട് കാര്യവുമില്ല. നീ കണ്ടിട്ടില്ലേ, നമ്മളൊരു ലോക്ക് വാങ്ങുമ്പോൾ 3 സ്പെയർ കീ കിട്ടും. അതുപോലെ തന്നെയാ മനുഷ്യരുടെ കാര്യം. ഇവിടെ നിന്റെ ലോക്കിന് 2 താക്കോലുണ്ടായെന്ന് വെച്ച് അത് നല്ലതല്ലേ? 2 താക്കോല് കൊണ്ടും കുറച്ച് തുറന്ന് ഈ ലോക്കൊന്ന് സുഖിക്കട്ടെ. അത് പറഞ്ഞ് ആദിത്യൻ അവളെ പൂർണ്ണമായി വഴക്കിക്കൊണ്ടുവന്നു. അയാൾ നന്നായി തന്നെ അവളെ ഓരോ ഭാഗം നിന്നും നുണഞ്ഞു സുഖിപ്പിച്ചു തുടങ്ങി. അവളാണെങ്കിൽ എല്ലാം ഏറ്റുവാങ്ങി. കൊതിയോടെ ആദിത്യനെ ഏൽപ്പിക്കുന്ന ഓരോ സ്പർശവും കൊതിയോടെ ഏറ്റുവാങ്ങി. അല്പസമയം കഴിയുമ്പോഴേക്കും അയാൾ ഓരോന്ന് പറഞ്ഞ് അവളെ വല്ലാതെ മൂടാക്കിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ അവൾ ഏതോ ഒരു നിമിഷം റോഷനെ പറ്റി ചിന്തിച്ചു. റോഷനാണ് ആദിത്യന് പകരം ഇപ്പോൾ തന്റെ അടുത്തുള്ളതെന്ന് ചിന്തിച്ചപ്പോഴേക്കും അവളുടെ ഉള്ളിൽ ഒരു ഒന്നൊന്നര വെടി തന്നെയാണ് പൊട്ടിയത്. അന്നത്തെ ആ കലാപരിപാടിക്ക് ശേഷം അവൾക്ക് എവിടെ നിന്നൊക്കെയോ കുറച്ച് ധൈര്യം കിട്ടി, ഒപ്പം സമാധാനവും. എന്ത് കാര്യത്തിനും പരിഹാരം ഉണ്ടെന്ന് അവൾ തന്റെ മനസ്സിൽ പറയാതെ പറഞ്ഞു. പിറ്റേന്ന് വീടിനടുത്തേക്ക് എത്തുമ്പോഴേക്കും വഴിക്കണ്ണുമായി നിൽക്കുന്ന റോഷനെ അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ അവനെ കണ്ടില്ലാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നിരാശയാണ് കൊടുത്തിരുന്നത് കീർത്തിക്ക്. അന്ന് രാത്രി റോഷനെ കണ്ട ശേഷം കീർത്തിക്ക് ഉറക്കം വരുന്നില്ല. എന്നാലും എന്ത് മനസ്സാ എൻ്റെ. ഇത്രയും എളുപ്പം പ്രായമുള്ള ചെറുക്കനോട് അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നൊക്കെ ഞാൻ പറയാൻ പോകുന്നു. അവൻ എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവൻ അവകാശം നൽകാമെന്നൊക്കെ പറയുന്നു. ശോ, എന്തൊരവസ്ഥയാ. എന്തൊക്കെ അവസ്ഥയായിരിക്കുമല്ലേ ജീവിതത്തിലൂടെ കടന്നു പോകുന്നേ, നമ്മൾ പോലെ അറിയാതെ. കുറെ കഴിഞ്ഞ് അവൾ കാര്യമായി തന്നെ ആലോചിച്ചു. അവനുമായി സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതും റോഷന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതുമൊക്കെ. അതിനിടയിൽ ഇടയ്ക്ക് ഭർത്താവ് ആദിത്യൻ വരുമ്പോൾ അയാളുമായിട്ട് ഓരോന്ന് ചെയ്യുന്നതുമൊക്കെ. ഇതെല്ലാം ഓർത്തപ്പോഴേക്കും കീർത്തിക്ക് അവളുടെ മുല്ലപ്പെരിയാർ ഡാമിനെ ശരിക്കും പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. സ്വയം കൺട്രോൾ പോയി. അവൾ കാര്യമായി തന്നെ സ്വയം ഒന്ന് സുഖിച്ചു. ഒരു ഉഗ്രൻ സ്ഫോടനം നടത്തി സുഖമായി ക്ഷീണിച്ചു കിടന്നുറങ്ങി. സുഖനിദ്ര. പിറ്റേ ദിവസം റോഷൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതാവോ അവൾ മനസ്സിൽ ആലോചിച്ചു. റോഷന്റെ ചോദ്യത്തിന് എനിക്കിതെല്ലാം സമ്മതം എന്നൊരു മറുപടി അയച്ചു കീർത്തി. കാര്യങ്ങൾക്ക് പറയുമ്പോഴേക്കും ഞാൻ എല്ലാം ആലോചിച്ചിട്ട് പറയാമെന്നായിരുന്നു റോഷന്റെ മറുപടി. ഇതൊക്കെ സമ്മതമാണെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും റോഷൻ പറയുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് കീർത്തിക്ക് വെപ്രാളമായി. കളിയൊക്കെ ഇതാ കാര്യമാവാൻ പോകുന്നു. ഇതൊക്കെ ആദിത്യനോട് അറിയിച്ചപ്പോ ആദിത്യനും കൺഫ്യൂഷൻ. ഒടുവിൽ അയാൾ ചില തീരുമാനങ്ങളിലെത്തി. ഒടുവിൽ അങ്ങോട്ടേക്ക് ആദിത്യൻ വരാമെന്നായി. ഒരു ദിവസം റോഷൻ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആദിത്യനാണ് കതക് തുറന്നത്. ആ റോഷനോ, വാ വാ, അകത്തേക്ക് ഇരിക്ക്. എന്തേ കാലത്ത് ഇങ്ങോട്ട് കാണാതിരുന്നത്? അപ്പോഴേക്കും കീർത്തി അങ്ങോട്ടേക്ക് വന്നിരുന്നു. റോഷൻ, ഞാൻ ചേച്ചിയോടൊരു കാര്യം പറഞ്ഞത് ചേട്ടൻ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ആദിത്യൻ അറിഞ്ഞു എന്ന വട്ടിൽ മൂളി. അതിന് ചേട്ടന് സമ്മതമാണോ? അതിനും ആദിത്യനൊന്ന് മൂളി. അപ്പോ ഞാൻ ഇനി വന്നിരിക്കുന്നേ അതൊക്കെ ഇനി എവിടെ വെച്ചാ എങ്ങനെയൊക്കെയാ എന്ന് ആലോചിക്കാനാ. ആദിത്യന് സത്യത്തിൽ ചിരി വന്നുപോയി. 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുക്കൻ, അവന് വിവാഹം കഴിക്കണം പോലും. അതും 30 വയസ്സായ ഒരു വിവാഹിതയെ, 2 മക്കളുടെ അമ്മയെ. അതിന് അവൻ അവളുടെ ഭർത്താവിന്റെ അടുത്ത് വിവാഹാലോചനയുമായി എത്തിയിരിക്കുന്നു. അയാൾക്ക് ആലോചിക്കും തോറും വീണ്ടും വീണ്ടും ചിരി വന്നു. എടാ, നിനക്ക് ഇന്ത്യയിൽ ഒരു ആണിന് കല്യാണം കഴിക്കേണ്ട പ്രായം എത്രയെന്നറിയാമോ? ആ, 21. നിനക്ക് എത്ര പ്രായമായി? റോഷൻ നിന്ന് പരിങ്ങി. എടാ, ഇതിനൊക്കെ ഒരു കാലതാമസവും പ്രായവും സമയമൊക്കെ ഉണ്ട്. ഏട്ടാ,
അതിനൊക്കെ വഴിയുണ്ട്. നോർത്തിലൊക്കെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആദിത്യൻ ചിരിച്ചു. നീ മണ്ടത്തരാണോ പറയുന്നേ? ആധാർ കാർഡൊക്കെ ഇല്ലേ? ഈ രാജ്യത്തിൽ എവിടെ പോയാലും ഡിജിറ്റലി അങ്ങനെയൊക്കെ ആയിരിക്കും. നീ പറയുന്ന പോലെ എളുപ്പമല്ല. അപ്പോഴേക്കും റോഷൻ ഇടക്ക് കയറി. അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കല്യാണം പറ്റില്ല ചേട്ടാ. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ പറ്റുമെന്നേ. ഒന്നിലധികം ഭർത്താക്കന്മാരായിട്ടൊരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റൂ. നമുക്ക് കല്യാണം കഴിഞ്ഞ് അവിടെ പോയി ജീവിക്കാൻ ചേട്ടാ. ഇത്രയും കേട്ടതോടെ ആദിത്യന്റെ കിളിപോയി. കാരണം ആ സ്ഥലത്തെപ്പറ്റി ആദിത്യൻ ഇതിനോടകം റിസർച്ച് നടത്തിയിരുന്നു. അതേ കാര്യമാ ഈ 18-കാരൻ ചെക്കൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നേ. അതൊക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്. അവളിപ്പോ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷം ആയതേ ഉള്ളൂ. 2 വർഷം കൂടി കഴിയാതെ ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടില്ല. എന്തായാലും ഈ നാട്ടിൽ ജീവിച്ചോണ്ട് ഇങ്ങനൊരു പരിപാടി നടക്കില്ല. നാട്ടുകാർ നമ്മളെ 3-നെ, പ്രത്യേകിച്ച് നിങ്ങൾ 2-നെ ശരിയാക്കും. അത് കേട്ടതോടെ റോഷൻ ഒന്ന് വിറച്ചു. അവനാകെ ശശിയായിട്ടിരുന്നു. ഒരു 2 കൊല്ലം കൂടി കാത്തിരിക്കാൻ നിനക്ക് കഴിയും. അത് മാത്രല്ല, കെട്ടിക്കഴിഞ്ഞാല് പെണ്ണിന് ചിലവിനെ കൊടുക്കുക എന്നത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാ. ആ സമയം കൊണ്ട് നീ പഠിച്ച് ജോലി സമ്പാദിക്കാൻ നോക്ക്. ഇത്രയും പറഞ്ഞ ആദിത്യൻ അപ്പോ ഇനി എന്തായെന്ന് മറ്റുള്ളവന്റെ മുഖത്തേക്ക് നോക്കി. റോഷന്റെ മുഖത്ത് സങ്കടവും ദേഷ്യവും തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അതോടെ റോഷൻ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി. 2-3 ദിവസം അങ്ങോട്ടേക്ക് റോഷൻ വന്നതേയില്ല. അതൊക്കെ കീർത്തിക്ക് കുറച്ച് വിഷമമുണ്ടാക്കി. അവൾ ആദിത്യനോട് പറഞ്ഞതേയില്ല ഇതൊക്കെ. പക്ഷേ ആദിത്യൻ ഇതൊക്കെ മനസ്സിലാക്കി കേട്ടോ. എടി, അവൻ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നതിൽ വിഷമാണെങ്കിൽ നീ അങ്ങോട്ട് മിണ്ട്. അല്ല ഏട്ടാ, അവൻ മറ്റേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞാലോ? അതിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ കീർത്തി, നീയും അത് തന്നെ പറയണം. അങ്ങനെ റോഷനോട് കീർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല. എടാ, നീ ഇപ്പൊ എന്താ അങ്ങോട്ട് വരാത്തെ? ചേച്ചിക്ക് സാധനം വാങ്ങണമെന്നല്ലേ പറഞ്ഞേ? ആ ലിസ്റ്റ് താ. അതല്ലടാ, നിനക്കങ്ങോട്ട് വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിനക്കങ്ങോട്ട് വന്നൂടെ? ഞാൻ വരില്ല ചേച്ചി. ചേച്ചി ആ ലിസ്റ്റ് എടുക്ക്. അത് തന്നെ റോഷൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. കീർത്തിക്കാകെ സങ്കടമായിപ്പോയി. ആദിത്യനോട് പറഞ്ഞപ്പോഴേക്കും ആദിത്യൻ ചിരിച്ചു. നിനക്ക് ശരിക്കും അവൻ പറഞ്ഞതുപോലെ അവന്റെ ഭാര്യയാവാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കീർത്തി നിന്ന് ആകെ തപ്പുന്ന കണ്ടപ്പോ തന്നെ അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് ആദിത്യന് മനസ്സിലായി. നീ അവനോട് ഇങ്ങനെ പറ. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനോട് മിണ്ടരുതെന്നൊന്നും ആദിത്യട്ടും പറഞ്ഞിട്ടില്ല. കീർത്തി അപ്പൊ ചിരിച്ചു. അതിനവന് സംസാരം മാത്രല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലോ? അതൊക്കെ നിന്റെ ഇഷ്ടമാണ് കീർത്തി. നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്ത് വേണേലും അയക്കോ. എനിക്കൊരു പ്രശ്നമില്ല. അത് കേട്ടതോടെ കീർത്തിക്ക് ആകെ കുളിര് കോരി. കാരണം അവളുടെ മനസ്സിൽ അവളത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. റോഷനെ കൊണ്ട് കാര്യമായി എന്ന് പണിയെടുപ്പിക്കാൻ. അപ്പോഴേക്കും അവളൊന്ന് ഫോൺ കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്തേ, നിനക്ക് നാണം വന്നോ കീർത്തി? ഒന്ന് പോവും മനുഷ്യ, വൃത്തികേട് പറയാതെ. അത് പറയുമ്പോഴേക്കും അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ആദിത്യനും തിരിച്ചറിഞ്ഞു. പിന്നെ നടക്കുന്നതൊക്കെ അപ്പോൾ എന്നോട് പറയണം കേട്ടോ. ഞാൻ മാത്രമാണ് ഇപ്പൊ നിന്റെ ഭർത്താവ്. കുറെ നേരം അവരൊന്നും മിണ്ടിയില്ല. ഒടുവിൽ വെക്കട്ടെ എന്ന് ചോദിച്ച് അവർ കോള് കട്ട് ചെയ്തു. അന്ന് രാത്രി കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദിത്യൻ ഒന്നുകൂടെ ചോദിച്ചു, നീ അവനെ വിചാരിച്ച് സ്വന്തമായി ചെയ്യാറുണ്ടോ? കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് കീർത്തി ഉവെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. രാത്രി കിടക്കാൻ നേരം അവൾക്ക് ആദിത്യന്റെ വീഡിയോ കോൾ വന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ കോളിന്റെ സമയത്ത് അങ്ങോട്ട് കുട്ടികളെ അടുപ്പിക്കാതിരിക്കാൻ അവൾ കുഞ്ഞുങ്ങളെ ഉറക്കി പുറത്തുനിന്ന് പൂട്ടും. എന്നിട്ട് മുൻവശത്തെ മുറിയിൽ കിടക്കുന്ന ചുരൽ കസേരയിൽ ഇങ്ങനെ നൂൽബന്ധമില്ലാതെ വന്നിരിക്കും. അവൾ കാര്യമായി തന്നെ ഫോണിലൂടെ എല്ലാം കാണിച്ചുകൊണ്ട് അവസാനം സ്ഫോടനം നടത്തിക്കും. ആദിത്യനാട്ടെ അയാളുടെ റൂമിലെ കട്ടിലിൽ ചാരി ഇരുന്നു കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് സുഖിപ്പിച്ച് രണ്ടുപേരും പരസ്പരം ഫോണിലൂടെ ചുംബനം കൈമാറി ഉറങ്ങാൻ പോകും. ഇതായിരുന്നു അവരുടെ രീതി. ശരിക്കും പതിവ് പോലെ കീർത്തി അങ്ങനെ തന്നെ ഫോൺ ടീപ്പോയിൽ വെച്ച് അവൻ ആദിത്യന്റെ മുമ്പിൽ കോൾ ഓണാക്കിയിരുന്നു. ആ ഇരിപ്പൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. എന്ത് രസം,
ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് 2 മക്കൾക്ക് ശേഷം ഇപ്പോഴാണ് കീർത്തിയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് പുറത്തു വരുന്നത്. അത്രയ്ക്ക് അവളൊന്ന് കൊഴുത്തു. നീ അവനെ ഓർത്തൊന്ന് ചെയ്യുമോ? അത് ഞാൻ പറഞ്ഞതല്ലേ ചേട്ടാ ഉണ്ടെന്ന്. അതല്ല മോളെ, ഇപ്പൊ നീ അവനെ ഓർത്ത് ചെയ്യാമോ? അയ്യേ, അതൊന്നും പറ്റില്ല. നീ സുഖിക്കുന്നത് ഞാനൊന്ന് കണ്ടോട്ടടി. അതെന്താ, എന്റെ ചേട്ടനെ പറ്റി ഓർത്താൽ സുഖിക്കില്ലേ? അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ മോളെ. ഇപ്രാവശ്യം എന്നിൽ നിന്നല്ലാതെ വേറൊരാളിൽ നിന്ന് നിനക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുമ്പോ കണ്ടോട്ടെ, നീ കണ്ണടച്ചാ മതി. പ്ലീസ് മോളു. എനിക്ക് പറ്റില്ലെന്ന് അവൾ പലവട്ടം പറഞ്ഞെങ്കിലും അവസാനം എങ്ങനെയൊക്കെ ആദിത്യൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഒടുവിൽ അവൾ ചെയ്യാൻ തുടങ്ങി. അവളുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ കണ്ടപ്പോ ആദിത്യന് ശരിക്കും അത്ഭുതം വന്നുപോയി. അയാളും ആവേശത്തോടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഓരോന്ന് ചെയ്തു തുടങ്ങി. അവളുടെ ആ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ അത്ഭുതമായിപ്പോയി. അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ എങ്ങോട്ടൊക്കെയാണ് ഓടുന്നത്. അത് കഴിഞ്ഞിട്ട് സ്വന്തമായി സുഖം കണ്ട് അവൾ പുളയുന്നു. ഇടയ്ക്ക് ആദിത്യൻ സ്വന്തം കാര്യം മറന്ന് അത്ഭുതപ്പെട്ട് നോക്കി നിന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഇവരുടെ വീഡിയോ കോളിൽ ഉണ്ടാവാറേയില്ല. പക്ഷെ ഈ നിമിഷങ്ങൾ ഇതേ തീവ്രതയിൽ ഇനിയും ഒരുപാട് പ്രാവശ്യം തനിക്ക് ആസ്വദിക്കണം എന്ന ചിന്ത വന്നപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് ഫോണെടുത്ത് സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി. കുറെ കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സിൽക്കാര ശബ്ദത്തോടെ അവൾ നിലവിളിച്ചു. നന്നായി തന്നെ അവിടെ ഒരു മഴ തന്നെ പെയ്ച്ചു കീർത്തി. കണ്ണു തുറക്കാനാവാതെ കസേരയിലിരുന്ന് അവൾ ഉറങ്ങിപ്പോയോ എന്ന് തോന്നിപ്പോയി ആദിത്യന്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കീർത്തി കണ്ണു തുറന്നേ. താൻ വീഡിയോ കോളിലാണ് ഇപ്പോഴുമെന്ന് ഓർക്കുമ്പോഴേക്കും അവൾ ചമ്മിയൊരു ചിരിച്ചിരിച്ചു. ആദിത്യൻ ഫോണിൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ മുഖം പെട്ടെന്ന് ആകെ വല്ലാണ്ടായി. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ആ കരച്ചിലടക്കാൻ ആദിത്യൻ നന്നേ പണിപ്പെട്ടു. പതിയെ പതിയെ റോഷനുമായുള്ള എല്ലാ ബന്ധവും അവൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി തുടങ്ങിയിരുന്നു. അതിനിടയിൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ഉത്തമ കുടുംബിനി വൈബിലേക്ക് എങ്ങനെയൊക്കെയോ മടങ്ങാനായിരുന്നു കീർത്തി ശ്രമിച്ചുകൊണ്ടിരുന്നേ. പലപ്പോഴും അവൻ സേവ് ചെയ്ത് വെച്ച ഈ കീർത്തിയുടെ റെക്കോർഡിംഗ് എടുത്ത് പ്ലേ ചെയ്യാൻ തോന്നുമ്പോഴൊക്കെയും ഇനി കീർത്തിയുടെ ഭാഗത്തു നിന്നും അത് റോഷനോടൊരു ഇഷ്ടമുണ്ടെങ്കിലേ താൻ ശ്രമിക്കൂ എന്നവൻ പ്രതിജ്ഞ എടുത്തു. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നാട്ടിൽ നിന്നും മാറിയൊക്കെ നിൽക്കും. സ്വന്തമായിട്ടും അവർ ഒന്നിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും രണ്ടുപേർക്കും ഒരു തൃപ്തിക്കുറവൊക്കെ ഉണ്ടായിരുന്നു ഉപബോധ മനസ്സിൽ. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും റോഷനും വല്ലാത്ത സങ്കടം പോലെ. അതിന് ചേച്ചി എന്നോട് എന്താ ഇപ്പൊ സംസാരിക്കാത്തത് എന്ന് റോഷൻ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടപ്പോഴേക്കും അവൾ വല്ലാതെ നടഞ്ഞു. നീയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ, ഇപ്പൊ നീയല്ലേ അത് ബ്ലോക്കും ചെയ്തത്? റോഷൻ അപ്പോ അത്ഭുതപ്പെട്ടു. അത് ചേച്ചി, നമ്മൾ പണ്ട് സംസാരിച്ചിരുന്ന കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോ. വേറൊരു ലെവലിലേക്ക് പോയില്ലേ. വേറെ ലെവലോ? അതേത് ലെവല്? അത് ഞാൻ ചേച്ചിയെ കല്യാണം ആലോചിച്ചില്ലേ. ഇനി അങ്ങനെ പണ്ടത്തെ നിഷ്കളങ്ക രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? കീർത്തി അപ്പോ ഇടപെട്ടു. എന്നോട് നിഷ്കളങ്കമായി മാത്രമേ സംസാരിക്കാവൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ട് റോഷൻ ഞെട്ടി. എനിക്ക് ചേച്ചിയോട് അപ്പൊ എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അതേടാ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ചേട്ടൻ അതിന് സമ്മതിച്ചിട്ടുണ്ടോ? ഉവ്വല്ലോ, ചേട്ടൻ അതിന് സമ്മതിച്ചിട്ടുണ്ട്. ആണ് എങ്കിൽ എനിക്ക് ചേച്ചിയെ ചുംബിക്കാൻ തോന്നുന്നു. അവൾ ചിരിച്ചു. തോന്നുന്നു മാത്രല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഞാൻ ചേച്ചീനെ ഒന്ന് ചുംബിച്ചോട്ടെ? വെക്കേണ്ട, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അവന്റെ മുഖം വല്ലാതായി. അപ്പോ ചേട്ടൻ അതിനൊന്നും അനുവാദം തന്നിട്ടില്ലല്ലേ? ഏടാ മണ്ട, ചേട്ടൻ എല്ലാത്തിനും അനുവാദം തന്നിട്ടുണ്ട്. നിനക്ക് എന്താ ചെയ്യാൻ തോന്നുവെച്ചാല് നീ അങ്ങോട്ട് ചെയ്തോ. അപ്പൊ തന്നെ അവന്റെ നിൽപ്പൊന്ന് കാണായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി അവൾ. ശരിക്കും പറഞ്ഞാൽ അവന്റെ പൗരുഷം അതാ 100% ആരോഗ്യം വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. അത് കാണുമ്പോഴേക്കും അവൾ അത്ഭുതപ്പെട്ടു പോയി. എടാ, കുട്ടികൾ അപ്പുറത്തുണ്ട്, കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ വേണോ? വേണം ചേച്ചി, എനിക്ക് ഇപ്പൊ തന്നെ വേണം ചേച്ചി. ദൈവമേ, ഈ ചെക്കനത് എങ്ങോട്ടാ? അവൾ ആത്മഗതം ചെയ്തു. കുറച്ചു കഴിയുമ്പോഴേക്കും അവന്റെ ആഗ്രഹങ്ങളുടെ അതിര് കൂടിക്കൂടി വന്നു. പിന്നീട് തൊടണമെന്നും തലോടണമെന്നും ഒക്കെയായി. അത് കഴിയുമ്പോൾ ചുമരത്തിൽ നിൽക്കില്ല, രുചിക്കണമെന്നും
നുകരണമെന്നൊക്കെ ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ കീർത്തിക്കും വല്ലാതെ അവനോട് വികാരം തളച്ചിട്ടിരുന്നു. അപ്പോ തന്നെ അവൾ കാര്യമായി അവന്റെ അടുത്ത് എല്ലാം തുറന്നു കാണിക്കാൻ തീരുമാനിച്ചു. പിന്നീടുള്ള കാര്യം പറയാനില്ലല്ലോ. കുഞ്ഞുങ്ങൾ കാണാതിരിക്കാനായി അവൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പതിയിട്ടിരുന്ന നൈറ്റിയുടെ അരിക് അവൾ മുകളിലേക്കാക്കി. ഇനി നോക്കിക്കോളൂ എന്ന് പറയുമ്പോഴേക്കും അതാ തന്റെ മുമ്പിൽ ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളെല്ലാം വെളിവായി. പറയാനുണ്ടോ? ആർത്തിയോടെ തന്നെ റോഷൻ അവിടേക്ക് അമർന്നു. പിന്നീട് വല്ലാത്ത രുചി നോക്കലായിരുന്നു അവിടെ നടന്നിരുന്നേ. ആ നിന്ന നിപ്പിൽ സ്വർഗം കണ്ടുപോയിരുന്നു നമ്മുടെ കീർത്തി. ശരിക്കും പറഞ്ഞാൽ ആദിത്യനോട് ഇതൊക്കെ പറയാൻ അവൾക്ക് നാണം വന്നുപോയി. എന്തൊക്കെയോ താൻ കാണിച്ചോണ്ടിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ സ്പർശനത്തിൽ അവൾ കുറുകിപ്പോയി. ഇടയ്ക്ക് വേദനിച്ച് നിലവിളിച്ചു. അയ്യോ, ചേച്ചിക്ക് നൊന്തോ? ആടാ, വേദനിച്ചു. സുഖമുണ്ടോ? ആ, സുഖമുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വേദനയുണ്ട്. സാരില്ല, നിനക്കിതൊക്കെ അറിയാഞ്ഞിട്ടല്ലേ. ഞാൻ പയ്യെ പഠിപ്പിച്ചു തരാട്ടോ. കീർത്തിയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവന് സന്തോഷായി. രണ്ടുപേരും കൂടെ ആർത്തിയോടെ ഒരു ഉഗ്രൻ കലാപരിപാടി തന്നെ ആ അടുക്കളയിൽ വെച്ച് നടത്തി. കുറെ കഴിയുമ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിസരം മുഴുവൻ മറന്നുപോയി. സൂത്രത്തിൽ അടുക്കളയുടെ വാതിൽ പൂട്ടിയിട്ട് അവൾ റോഷന്റേത് മാത്രമായി. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു പ്രത്യേക സുഖമായിരുന്നു അവൾക്ക് റോഷനിൽ നിന്ന് കിട്ടിയത്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും സ്ഥലകാല ബോധം വന്ന് അവൾ അവനെ തള്ളിമാറ്റി. എടാ, സമയം കുറേയായി, നീ വീട്ടിലേക്ക് പോ. ഇന്നത്തേക്ക് നിനക്ക് തൃപ്തിയായില്ലേ? ഒരുപാട്. റോഷൻ നിറഞ്ഞ ചിരിയോട് പറഞ്ഞു. താൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല. അവനെ കൊണ്ടും തന്നെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ കീർത്തിക്ക് മനസ്സിലായി. അതും മാത്രല്ല, ഇന്ന് രാത്രിയും ഇനി ആദിത്യൻ ചേട്ടൻ ഇല്ലാത്ത എല്ലാ രാത്രിയും ചേച്ചിക്ക് തൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും പറ്റാവുന്നത്രയും ആഴത്തിൽ സുഖിപ്പിച്ചു തരാമെന്നും അവൻ പറയുമ്പോഴേക്കും അവൾ വല്ലാത്ത സുഖത്തിന്റെ ഒരു ലോകത്ത് മുഴുകി നിൽക്കുകയായിരുന്നു. അവനെ യാത്രയച്ച് അവിടെ നിന്ന് കീർത്തി വേഗം മുറിയിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ അവൻ ഏൽപ്പിച്ചിരുന്ന ആ സുഖത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും അവളുടെ ശരീരത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ അയൽക്കാരി കീർത്തിയുടെയും അയൽക്കാരിയുടെ മോൻ റോഷന്റെ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? തീർച്ചയായും നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം കേട്ടോ. അത് മാത്രല്ല, ഓരോ ലൈക്കും തന്ന സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി നിങ്ങളുടെ സ്വന്തം ദേവു വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.